70, 80 കിഡ്സിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എഴുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് എല്ലാ നാട്ടിലും ഒരു എഴുത്താശാൻ അല്ലെങ്കിൽ ഒരു ആശാട്ടി ഉണ്ടായിരിക്കും. അവരുടെ വീടുകളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു മിനുസമുള്ള ഒരു തറയിൽ കുറച്ച് മണൽ നിരത്തിയിട്ടുണ്ടായിരിക്കും, മണൽപ്പൊടി. അതിൽ നമ്മുടെ വിരൽ പിടിച്ചിട്ട് വിരൽ കൊണ്ടാണ് ആദ്യം അക്ഷരം എഴുതിയിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും ഈ എഴുത്ത് പള്ളിക്കൂടങ്ങളിൽ പോയിട്ടാണ് എഴുത്ത് പഠിച്ചിരുന്നത്. അന്ന് എഴുത്താണിയും അക്ഷരങ്ങൾ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് എഴുത്താണിയും ഓലയും ഉണ്ടായിരുന്നു. ആ ഓലയിൽ എഴുത്തിലെ അക്ഷരങ്ങളൊക്കെ ആ ഈ ഒക്കെ ആദ്യമായിട്ട് കാണുന്നത് ആ അക്ഷരത്തിലാണ്, ആ എഴുത്ത് ഓലയിലാണെന്നാണ്. പിന്നെ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളത് സ്ലേറ്റാണ്. സ്ലേറ്റും കല്ല് പെൻസിലും 2 തരത്തിലുള്ള സ്ലേറ്റ് ഉണ്ട്. ഒന്ന് പൊട്ടുന്നത്, അതിന് തടിയുടെ ഫ്രെയിമാണ്. രണ്ടാമത് പൊട്ടാത്തത്, അതിന് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പക്ഷേ കൂടുതലും കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നത് ഈ പൊട്ടുന്ന തടിയുടെ ഫ്രെയിമുള്ളതാണ്. മിക്കവാറും കുട്ടികളുടെയൊക്കെ സ്ലേറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൊട്ടൽ വീണിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൽ തന്നെയാണ് എഴുത്തും കാര്യങ്ങളും ഒക്കെ. ചിലരുടെ സ്ലേറ്റിന് ഫ്രെയിം ഉണ്ടാവില്ല. പിന്നെ ഇത് മായ്ക്കാൻ വേണ്ടിയിട്ട് മഷിത്തണ്ട്, അത് എല്ലാ ദിവസവും പറിച്ച്, അങ്ങനെ ഒരു ചെടിയുണ്ട് മഷിത്തണ്ടെന്നും പറഞ്ഞുകൊണ്ട്, ആ ചെടി പറിച്ചുകൊണ്ട് പോയി ആ മഷിത്തണ്ടിലെ വെള്ളം കൊണ്ടാണ് ആ സ്ലേറ്റ് തുടച്ചിരുന്നത്. പിന്നെ മരപ്പട്ടിക്കാന്നും പറഞ്ഞുകൊണ്ട് ഒരു കായ ഉണ്ടായിരുന്നു. ഈ മാവിൽ കാണുന്ന പരാതമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. അത് കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്തും വെള്ളമയുണ്ട്, അത് ചെത്തി മിനുക്കി അത് കൊണ്ടുപോയി ഈ സ്ലേറ്റ് തുടയ്ക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ എഴുതുന്നതിൽ വളരെ VIP കളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുവരുന്നതായിരുന്നു കന്യാകുമാരി പെൻസിൽ എന്ന് പറയുന്ന ഒരു സാധനം. അത് കന്യാകുമാരി ടൂറ് പോകുന്നവരൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കന്യാകുമാരി മാത്രം കിട്ടുന്ന ഒരു സാധനം, ചെറിയ വണ്ണം കുറഞ്ഞ ഒരു സാധനമാണ്. അതിൻ്റെ അറ്റത്ത് വെള്ള കരത്തിലുള്ള ഒരു മുട്ട് പോലത്തെ ഒരു സാധനമുണ്ട്. അതൊക്കെ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ കുറച്ചുകൂടെ വിശിഷ്ടമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഒരു കടും നീല നിറത്തിലുള്ള ഒരു കല്ല് പെൻസിലായിരുന്നു. മുകളിലെ കുരിശ് പോലുള്ള ഒരു സാധനം കാണും. അത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊക്കെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെ ഞാനത് എഴുതിയിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഈ 70 കിഡ്സും 80 കിഡ്സും ഒക്കെ സ്ലേറ്റുകളിൽ എഴുതിയ അക്ഷരങ്ങൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം.